ഇവിടെ പുരോഗമനവാദികൾ എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളും അവർ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശയങ്ങളും പുതിയതാണെന്നാണ് അവർ കരുതുന്നത്. അവർ പുതുതായി കണ്ടുപിടിച്ച എന്തോ പുരോഗമനവാദമാണ് എന്നാണ് അവർ കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയ ഖൗൽ എന്ന അർത്ഥത്തിൽ നമുക്കറിയാം അതൊന്നും പുതിയതല്ല എന്ന്. നിങ്ങൾക്ക് ജെൻഡർ പൊളിറ്റിക്സ് കാണണോ, LGBTQ+ നിങ്ങൾക്ക് കാണണമെങ്കിൽ ലൂത്ത് നബിയുടെ സമുദായത്തെ എടുത്ത് നോക്കിയാൽ മതി. ലൂത്ത് നബി അഭിമുഖീകരിച്ചത് ജെൻഡർ പൊളിറ്റിക്സിനെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശുഐബ് നബി അഭിമുഖീകരിച്ചത് എന്തായിരുന്നു? മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന, ലാഭത്തിനെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, ഒരു മുതലാളിത്ത വർഗം, ഒരു മുതലാളിത്ത സമൂഹം, അതിനെയായിരുന്നു ശുഐബ് നബി അലൈഹിസ്സലാം അഭിമുഖീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാം അഭിമുഖീകരിച്ചത് ഫാസിസ്റ്റിനെയായിരുന്നു. ഫിർഔൻ എന്ന ഫാസിസ്റ്റിനെയായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം അഭിമുഖീകരിച്ചത്. അതുപോലെ ഹൂദ് നബി അഭിമുഖീകരിച്ചത് മെറ്റീരിയലിസത്തെയാണ്. അതായത് ഞങ്ങൾ എല്ലാം നേടിയിരിക്കുന്നു, ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ഞങ്ങളെ തോൽപ്പിക്കാൻ ഇനി ആരും ഇല്ല എന്ന ഗർവിൽ ജീവിക്കുന്ന ഒരു സമുദായത്തെയായിരുന്നു ഹൂദ് നബി അലൈഹിസ്സലാം അഭിമുഖീകരിച്ചത് എന്ന് നമുക്ക് ഖുർആൻ വായിച്ചാൽ കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പുതിയതല്ല എന്നുള്ളതാണ്. ഇതൊക്കെയും പഴയതാണ്. നൂറ്റാണ്ടുകളായിട്ട്, സംവത്സരങ്ങളായിട്ട് മനുഷ്യർ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ്. ആ തെറ്റുകളുടെയൊക്കെ പരിണിത ഫലം അവർ അനുഭവിച്ചു കഴിഞ്ഞതുമാണ്. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിയിട്ട് ഞങ്ങൾ പുതിയ പുരോഗമനവാദങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ